ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെത്ത് റോളൻസ്, ഡ്രൂ മാക്കൻടയർ, CM പങ്ക് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സെത്ത് റോളൻസ് പറയുന്നത് ഇവർക്ക് നടക്കാൻ പോകുന്ന സമ്മർ സ്ലാം മാച്ചിന്റെ റൂൾസ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നും, എന്നാൽ അധികമൊന്നും ഇവരോട് പറയാതെ തന്നെ ഇവർക്കറിയാം ഒരു റെഫറിയുടെ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്. മെയിനായിട്ടും സെത്ത് പറയുന്നത് മാച്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും സെത്തിന്റെ മേലെ കൈവയ്ക്കരുത് എന്നാണ്. അതായത് ഇവരിൽ ഒരാൾ പോലും സെത്തിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ സെത്ത് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും അങ്ങനെ മാറി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്കറിയാം. അത് മുൻ കണ്ടാണ് സെത്ത് ഇവരോട് മേലെ കൈവച്ച് അറ്റാക്ക് ചെയ്യരുത് ആ ടൈപ്പിലെല്ലാം ഈ സെഗ്മെന്റിൽ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ CM പങ്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്ന സമയത്ത് റിങ് വിട്ട് ഇറങ്ങി പോകുമ്പോൾ മാക്കൻടയർ കളിയാക്കുന്നുണ്ടായിരുന്നു. സെത്ത് റോളൻസ് ഉള്ളത് കൊണ്ടാണോ നീ റിങ് വിട്ട് ഇറങ്ങി പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നീട് സെത്ത് റോളൻസും CM പങ്കുമായി സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരും ഭ്രാന്തന്മാരാണ് എന്ന ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് സെത്ത് പറയുന്നുണ്ട് CM പങ്കിനെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നും, എന്നാലും താൻ റെഫറി ആയിട്ട് കറക്റ്റായിട്ട് ഈ സമ്മർ സ്ലാമിൽ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ. അവസാനം മാക്കൻടയർ പറയുന്നുണ്ട് CM പങ്കാണ് എല്ലാത്തിനും കാരണം, CM പങ്കാണ് എന്റെ അവസരങ്ങളെല്ലാം കളഞ്ഞത് എന്ന ടൈപ്പിൽ. അതായത് റെസൽമേനിയയിൽ സെത്തിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് ജയിച്ച് ആ ചാമ്പ്യൻഷിപ്പ് CM പങ്ക് കാരണം പോയി, അതുപോലെ തന്നെ എന്റെ മണി ഇൻ ദി ബാങ്കും പോയി എന്നൊക്കെ ഡ്രൂ മാക്കൻടയർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CM പങ്കിനെ ഈ സമ്മർ സ്ലാമിൽ തോൽപ്പിക്കും എന്നൊക്കെ. അപ്പോൾ CM പങ്ക് പറയുന്നത് സെത്ത് റോളൻസിന് എന്നോട് വളരെയധികം ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാം, എന്നാൽ സെത്ത് റോളൻസ് കറക്റ്റായിട്ടുള്ള റെഫറി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് എന്നെ പറ്റിക്കാതിരിക്കുകയാണെങ്കിൽ മാക്കൻടയറിനെ ഞാൻ ക്ലീൻ ആയിട്ട് ഈ സമ്മർ സ്ലാമിൽ വിൻ ചെയ്യുമെന്നും ഒരു ബെസ്റ്റ് മാച്ച് താൻ തരും എന്നൊക്കെയാണ് CM പങ്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് യാതൊരു കാരണവശാലും സെത്ത് എന്നെ ചതിക്കാൻ പാടില്ല എന്ന് CM പങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മുൻപ് നടന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾക്കറിയാം. അതുകൊണ്ടൊക്കെയാണ് CM പങ്ക് സെത്തിനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോഴും സെത്ത് പറയുന്നത് ഞാൻ കറക്റ്റായിട്ടുള്ള റെഫറി ആയിരിക്കും എന്നാണ്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ CM പങ്കിന്റെ വൈഫിനെ മെൻഷൻ ചെയ്യുന്നത് പോലെ CM പങ്കിന്റെ കയ്യിൽ നിന്നും ഊരിയെടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് എല്ലാം കാണിച്ചുകൊണ്ട് എനിക്ക് സമ്മർ സ്ലാമിൽ ജയിക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി എന്ന ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ ഇവർ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ടാഗ് ടീം മാച്ചാണ്. ക്രീഡ് ബ്രദേഴ്സ് വേഴ്സസ് ഓട്ടീസ് ആൻഡ് അക്കിരോ ടൊസാവ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. മാച്ചിന്റെ അവസാനത്തിൽ ഓട്ടീസിനെ ഇവർ റോപ്പിന്റെ മുകളിൽ നിന്നും എടുത്ത റിങ്ങിലേക്ക് അടിച്ചുകൊണ്ട് ഓട്ടീസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ക്രീഡ് ബ്രദേഴ്സ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ചാറ്റ് കേബിൾ ഉൾപ്പെടെ ഓട്ടീസ് ടീമിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാക്സി ഡുപ്രി കയറിക്കൊണ്ട് ചാറ്റ് കേബിളിന്റെ മുഖത്തടിക്കുന്നുണ്ട്. ചാറ്റ് കേബിൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് എല്ലാം ഓഫായി. അങ്കിൾ ഹൗഡി ടീമാണ് അവിടെ വന്നത്. അതായത് എറിക് റോവൻ, ജോ ഗ്രേസി, ഡക്സ്റ്റർ ലൂമിൻസ് ഇവർ വന്നതിന് ശേഷം റിംഗ് സൈഡിൽ കയറി നിന്നുകൊണ്ട് ഇവരുടെ മാസ്ക് എല്ലാം റിമൂവ് ചെയ്ത് അതാത് ക്യാരക്ടർ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്കത് മുൻപ് അറിയാമെങ്കിലും അവർ ഇന്ന് മാസ്ക് എല്ലാം മൂടിയിട്ടാണ് റിങ്ങിലേക്ക് കയറിയതിന് ശേഷം ക്രീഡ് ബ്രദേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയം ചാറ്റ് കേബിൾ അവിടെ നിന്നും മുങ്ങി എൻട്രൻസിന്റെ അവിടെ എത്തുമ്പോഴേക്കും അങ്കിൾ ഹൗഡി വരുന്നതായിട്ടും അങ്കിൾ ഹൗഡിയെ കണ്ട് ചാറ്റ് കേബിൾ ബാക്ക് സ്റ്റേജിലോട്ട് മറ്റൊരു വഴി കൂടി പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ റോ GM ആയ ആഡം പിയേഴ്സിന്റെ അടുത്ത് ചാറ്റ് കേബിൾ പോയി പറയുന്നത് അങ്കിൾ ഹൗഡിയുടെ ടീമിന്റെ കൂടെ തനിക്ക് നെക്സ്റ്റ് വീക്ക് റോയിൽ മാച്ച് വേണം എന്നാണ്. അതായത് ഡക്സ്റ്റർ ലൂമിൻസ്, ജോ ഗ്രേസി, എറിക് റോവൻ ഇവരുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ട്. പിന്നീട് ആഡം പിയേഴ്സും ആ ഒരു മാച്ച് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ കൺഫേം ചെയ്യും. അതിനുശേഷം ജഡ്ജ്മെന്റ് ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. ഇതിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് ഇന്ന് ഫിൻ ബാലറിനോടൊപ്പം റിങ്ങിൽ വരാം എന്നൊക്കെയാണ്. കാരണം ഗന്ധറിന്റെ കൂടെ മെയിൻ ഇവന്റ് മാച്ച് നടക്കുന്നുണ്ട്. എന്നാൽ ഫിൻ ബാലർ അതെല്ലാം നിരസിച്ചുകൊണ്ട് അവനോട് സമ്മർ സ്ലാമിന്റെ പ്ലാനാണ് നോക്കാൻ പറഞ്ഞത്. അതിനുശേഷം ജെയ് ഉസോനെയും ജിമ്മി ഉസോനെയും നേരിടാനായിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോനെയും കാർലിറ്റോനെയും താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ലെവലിലും ഫിൻ ബാലർ പറഞ്ഞു. പിന്നീട് മറ്റൊരു സെഗ്മെന്റിൽ റിയ റിപ്ലി എല്ലാം വന്നുകൊണ്ട് കാർലിറ്റോ ജെയ് ഉസോനെ നേരിടണമെന്നും ആ മാച്ച് കാർലിറ്റോ തനിയെ പോയി തന്നെ നേരിടണം എന്ന ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേസമയം ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് സാമി സൈനുമായിട്ടാണ് മാച്ച്.
കൺഫേം ചെയ്തു വെച്ചത്. അതിനുശേഷം ബ്രോൺസൺ റീഡ് വേഴ്സസ് ഷെയ്മസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഷെയ്മസ് വിൻ ചെയ്യാൻ പോകുമ്പോൾ പീറ്റ് ഡെൻ വന്നുകൊണ്ട് റെഫറി കാണാതെ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് ബ്രോൺസൺ റീഡ് ഫിനിഷർ എല്ലാം ചെയ്ത് ഈ മാച്ചിൽ ബ്രോൺസൺ റീഡാണ് വിൻ ചെയ്തത്. അപ്പോൾ പീറ്റ് ഡെൻ ഷെയ്മസ് ഇവരുടെ സ്റ്റോറി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം ഏത് സ്പെഷ്യൽസിലാണ് മാച്ച് വരിക എന്ന്. പിന്നീട് IC ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ പോകുന്ന ബ്രോൺ ബ്രേക്കറിന്റെ ഒരു പ്രൊമോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ IC ചാമ്പ്യൻ സാമി സൈൻ മൊത്തം കോമഡിയാണ് എന്ന ടൈപ്പിലാണ് ബ്രോൺ ബ്രേക്കർ കളിയാക്കി സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ മണി ഇൻ ദി ബാങ്കിൽ തോറ്റുപോയ കാര്യത്തെ പറ്റിയും സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്ന കാര്യമെല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഗേ യൂസോ വേഴ്സസ് കാർലിറ്റോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ചും വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ കാർലിറ്റോ ആപ്പിളെല്ലാം തിന്നുകൊണ്ട് ജെയ്യൂസോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ അടുത്ത സെക്കൻഡിൽ തന്നെ ജെയ്യൂസോ കാർലിറ്റോനെ ഒരു ആപ്പിൾ സ്പിയർ ചെയ്ത് ഈ മാച്ചിൽ ജെയ്യൂസോയാണ് വിൻ ചെയ്തത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ സെലീന വേഗയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഷൈന ബേസ്ലർ ടീം വീണ്ടും വന്നുകൊണ്ട് സെലീനയെ അറ്റാക്ക് ചെയ്ത് വീണ്ടും ഇഞ്ചുറി ആക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ മുൻ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന മിസ് ആൻഡ് R-Truth അല്പം ഫണ്ണായിട്ടും ഒരു സെഗ്മെന്റ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവരുടെ റോളിനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മിസ് ഹോസ്റ്റായിട്ട് വരാനുള്ള കാരണം മിസ്സിന്റെ ഹോം ടൗണിലാണ് സമ്മർ സ്ലാം നടക്കുന്നത്. അപ്പൊ മിസ്സിന് സമ്മർ സ്ലാമിൽ മാച്ചൊന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ഹോസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് കേരിയൻ ക്രോസ് വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇവരുടെ സെഗ്മെന്റ് എല്ലാം കാണുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അതോ ഈ സ്റ്റോറി നിങ്ങൾക്കും ബോറടിച്ചോ എന്ന് കമന്റ് ചെയ്യുക. ഈ മാച്ചും അത്രയ്ക്ക് നന്നായിട്ടൊന്നും തോന്നിയില്ല. മാച്ചിന്റെ അവസാനത്തിൽ ഇത്തിരി നന്നായിട്ടുണ്ടായിരുന്നു സേവിയർ വുഡ്സിന്റെ പെർഫോമൻസ്. അതായത് AOP ടീം ചീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു പെർഫോമൻസ് എല്ലാം ചെയ്തിരുന്നു റിങ്ങിന് പുറത്ത് വെച്ച്. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ ക്രോസ് തന്നെയാണ് ഈ മാച്ചിൽ സേവിയർ വുഡ്സിനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നീട് IC ചാമ്പ്യൻ സാമി സൈൻ ബ്രോൺ ബ്രേക്കർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ സാമി സൈൻ പറഞ്ഞത് മണി ഇൻ ദി ബാങ്കിലും താൻ കോമഡി ഷോ കാണിച്ച് തന്നെയാണ് വന്നത്. എന്നിട്ടും തന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് ബ്രോൺ ബ്രേക്കറിന് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആ മാച്ചിൽ ബ്രോൺ ബ്രേക്കർ തോറ്റുപോയ കാര്യത്തെ പറ്റിയും സാമി സൈൻ ആരാണ് എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടാകും. അവസാനം ഈ ശനിയാഴ്ചയും അത് തെളിയിക്കും എന്നൊക്കെ സാമി സൈൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു സെഗ്മെന്റിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ഡ്രസ്സ് എല്ലാം കത്തിച്ച് കളയുന്നതായിട്ടും ഡൊമിനിക് മിസ്റ്റീരിയോ റിയ റിപ്ലി ഇവരെ പറ്റിയെല്ലാം മോശമായി സംസാരിച്ചുകൊണ്ട് ലിവ് മോർഗൻ പറയുന്നത് സമ്മർ സ്ലാമിൽ റിയ റിപ്ലിയെ തോൽപ്പിച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തനിക്ക് ചാമ്പ്യനായി തന്നെ മുന്നോട്ട് പോകണം എന്ന ടൈപ്പിലാണ്. അതായത് സമ്മർ സ്ലാമിൽ റിയ റിപ്ലിയെ എന്തായാലും തോൽപ്പിക്കും എന്നാണ് ലിവ് മോർഗൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊമിനിക്കുമായിട്ടുള്ള എല്ലാ ഓർമ്മകളും ലിവ് മോർഗൻ ഈ സെഗ്മെന്റിൽ കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം IC ചാമ്പ്യൻ സാമി സൈൻ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി എങ്കിലും മാച്ചിന് ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും വന്നില്ല. അതായത് മാച്ചിന്റെ അവസാനത്തിൽ സാമി സൈൻ ഹെലുവ കിക്കെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ജഡ്ജ്മെന്റിന്റെ ടീം വന്ന് ചീറ്റ് ചെയ്തുകൊണ്ട് സാമി സൈനെ റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്ത് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ WWE റൂൾസ് പ്രകാരം സാമി സൈനാണ് ഈ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സാമി സൈനെ ഇവരെല്ലാം ചേർന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ജയ് ഉസോ അവിടെ വന്നുകൊണ്ട് സാമി സൈനെ സേവ് ചെയ്ത് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് പിന്നീട് ജഡ്ജ്മെന്റിന്റെ ടീമിന്റെ മേലേക്ക് ഒരു സൂയിസൈഡ് ഡൈവ് എല്ലാം ചെയ്തുകൊണ്ട് ജയ് ഉസോ റിങ്ങിന് പുറത്തേക്ക് പോകും. അതേസമയം ബ്രോൺ ബ്രേക്കർ വന്ന് സാമി സൈനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ സാമി സൈൻ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ബ്രോൺ ബ്രേക്കറിന് ഹെലിയോക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ റിങ് വിട്ട് പേടിച്ച് ഇറങ്ങിപ്പോകും. വീണ്ടും റിങ്ങിലേക്ക് കയറുമ്പോൾ ഒരു ചവിട്ടെല്ലാം കൊടുക്കുന്നുണ്ട് സാമി സൈൻ. പിന്നീട് റിയ റിപ്ലിയുടെ പ്രോമോ കാണിച്ചിരുന്നു. അതായത് ലിവ് മോർഗൻ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് റിവഞ്ച് എല്ലാം തീർക്കുമെന്ന് പറഞ്ഞതിന് ഒരു റിപ്ലൈ പോലെയാണ് ആ പ്രോമോ കാണിച്ചത്. പിന്നീട് 6 വുമൺ ടാഗ് ടീം മാച്ച് ഷൈന ബേസ്ലറിന്റെ ടീമിനും ലൈറ വൽക്കീരിയയുടെ ടീമിനുമാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ സോയി സ്റ്റാർക്ക് ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് ലൈറ വൽക്കീരിയ ടീം ഈ മാച്ച് തോറ്റുപോയി. ഇനി ഈ മാച്ചിന്റെ ഒരു കാര്യം കൂടി ഷോർട്ടായിട്ട് പറയാം. അതായത് മാച്ചിന് ശേഷം ഡാമേജ് കൺട്രോൾ ടീം വന്നുകൊണ്ട് ഷൈന ബേസ്ലറിന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും US സ്കൈ ഇവരുടെ മേലേക്കെല്ലാം മോൺസോൾട്ട് ചെയ്ത്
ഷൈന ബേസ്ലറിന്റെ ടീമിനെ അറ്റാക്ക് ചെയ്തു. നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട് റോയിൽ. അപ്പോൾ ഈ മാച്ച് എല്ലാം ഇങ്ങനെ ഷോർട്ടായി പറയാൻ കാരണം ഒടുക്കത്തെ മഴയാണ്. വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കുന്ന ഗന്ധറിന്റെയും ഒരു പ്രോമോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റിനെ പറ്റി കളിയാക്കി തന്നെയാണ് ഗന്ധർ സംസാരിച്ചിട്ടുള്ളത്. അതായത് ജഡ്ജ്മെന്റ് ഡേ താൻ പറഞ്ഞതുപോലെ ഒരു വേസ്റ്റ് ടീമാണെന്നും, എന്നാൽ ആ ടീമിലുള്ള ഒരു ബെസ്റ്റ് റെസ്ലറാണ് ഫിൻ ബാലർ. നിലവിലെ ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലർ എത്രമാത്രം യോഗ്യതയുള്ള റെസ്ലറാണ്. ഈ ഒരു ടൈപ്പിലെല്ലാം ഫിൻ ബാലറിനെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് ഫിൻ ബാലർ പോലും ആ ഒരു വേസ്റ്റ് കൊട്ടയിൽ ചെന്ന് വീണു. അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഡേയിൽ ജോയിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ഗന്ധർ ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തി കളിയാക്കുന്നുണ്ട്. പിന്നീട് സമ്മർ സ്ലാമിന് ശേഷം ഡാമിൻ പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് എല്ലാം താൻ വിൻ ചെയ്ത കാര്യമാണ് ഇനി ലോകം ഓർക്കാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് ഇന്നത്തെ റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആയിട്ട് ഒരു മരണമാസ് മാച്ചാണ് നടന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ പോകുന്ന ഗന്ധർ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫിൻ ബാലറും ഗന്ധറും വേറെ ലെവലായിട്ട് ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മാച്ച് കണ്ട നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഫിൻ ബാലറിനോടായിരിക്കും സപ്പോർട്ട് തോന്നിയിട്ടുണ്ടാകുക. അതുപോലത്തെ പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. ഗന്ധറിന്റെ കയ്യിൽ നിന്നും നിറയെ അടിയും വാങ്ങിക്കൊണ്ട് ഫിൻ ബാലർ ഈ മാച്ചിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ റണ്ണിംഗ് കിക്ക് എല്ലാം ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും ഗന്ധർ മാറിക്കൊണ്ട് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് മാച്ചിൽ വിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന അവസരം വരുന്ന സമയത്ത് ഫിൻ ബാലറിനെ കണ്ടിന്യൂസ് ആയിട്ട് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ ഫിൻ ബാലറിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റഫറി ആ ഒരു മാച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഗന്ധർ വിൻ ചെയ്തു എന്ന് പറയും. അപ്പോൾ ഈ റിസൾട്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതായത് ലോക്ക് ചെയ്തപ്പോൾ പോലും ഫിൻ ബാലർ ടാപ്പ് ഔട്ട് ചെയ്ത് തോറ്റില്ല. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള പിന്നും ഫിൻ ബാലറിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാച്ചിന്റെ ക്ലൈമാക്സ് നന്നായി ഇഷ്ടപ്പെട്ടു. മാച്ച് വിൻ ചെയ്തതിന് ശേഷവും ഗന്ധർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും, അതായത് ലോക്കെല്ലാം ചെയ്ത്. അപ്പോൾ വേൾഡ് ചാമ്പ്യൻ ഡാനിൻ പ്രീസ്റ്റ് വന്ന് ഫിൻ ബാലറിനെ സേവ് ചെയ്ത് ഗന്ധറിനെ അറ്റാക്ക് ചെയ്ത് ഇവർ റിങ്ങിന് പുറത്തെല്ലാം പോയി ഫൈറ്റ് ചെയ്യും. കമന്ററി ടേബിളിന്റെ അവിടെയും ഓഡിയൻസിന്റെ സൈഡിലേക്കെല്ലാം പോകുമ്പോൾ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. റോ എപ്പിസോഡിനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിറയെ സ്റ്റോറി ലൈൻസ് ഉള്ളതുകൊണ്ട് റോ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിരുന്നു. പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.